ഇന്ന് പരിചയപ്പെടാനുള്ളത് നമുക്ക് എല്ലാവർക്കും എന്നുള്ളതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ മുൻപ് നമ്മൾ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളതുമാണ് റോസ്മേരി എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് കൂടുതലായിട്ടും ഇപ്പോഴ് ഉപയോഗിക്കുന്നത് ഹെയർ കെയറിൽ തന്നെയാണ്. പക്ഷേ ഇത് അതിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമുക്ക് ഹെയറിലേക്ക് വളരെ നല്ല അമേസിങ് റിസൾട്ട് തരാൻ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് നമുക്ക് ആയുർവേദത്തിൽ ട്രഡീഷണലി നമ്മളിത് മെമ്മറി പവറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അത് മാത്രമല്ല കഫം കൂടിയിരിക്കുന്ന ദോഷത്തിൽ ആ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കഫ ദോഷം കൂടിയാൽ ഉണ്ടാവുന്ന തലവേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യം നമുക്കിത് ഹെയർ കെയറിൽ എങ്ങനെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാൻഡ്രഫ് കളയാൻ വേണ്ടിയിട്ടോ മുടി വളരെ തിന്നായിട്ട് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോർമോൺ വ്യത്യാസം കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ വരുന്നത് ഇതൊക്കെ സ്ത്രീകളിൽ വളരെ കോമൺ ആണ്. അപ്പോൾ അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒന്നാണ്. ചെറിയ രീതിയിലുള്ളൊരു ചൂടുള്ള ശരീരത്തിന് ചൂടേകുന്നതാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എങ്കിലും നമ്മൾ ഒന്നും അമിതമായിട്ട് ഉപയോഗിക്കുകയും കഴിക്കുകയും ചെയ്യരുത്, അതിനൊരു പരിധിയുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു മെത്തേഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം. റോസ്മാരിനസ് ഓഫിസിനാലിസ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ റോസ്മേരി ഡ്രൈഡ് ഫോമിലുള്ള ലീവ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈജിപ്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഫ്രാഗ്രൻസ് ഒന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല പാക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് പലരും ചോദിക്കാറുണ്ട് ഇത് വാങ്ങിക്കണമെന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു ഓപ്ഷനാണ് ഇത്. അപ്പം നമുക്കറിയാം ഇത് മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാൻ, മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ, അതുപോലെ തന്നെ നല്ലൊരു എക്സ്പെക്ടറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ചുമയോ ആസ്മ റെസ്പിറേറ്ററി ഇഷ്യൂസ് എന്തുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബ്ലഡിൻ്റെ ലിംഫിൻ്റെ ഒക്കെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ യൂറിനറി ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊരു ചായ രൂപത്തിൽ ഒരു 2-4 ഗ്രാമൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഓയിൽ പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അഡൾട്രേറ്റഡ് ആയിട്ടാണ് കിട്ടാറ്. അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 2 നേരം സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റോസ്മേരി വാട്ടറാണ് തയ്യാറാക്കുന്നത്. ഇതിനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഇഫക്റ്റൊന്നും പോവാതിരിക്കാൻ അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതുപോലെ അടച്ച് വെച്ചൊരു 5-6 മണിക്കൂറിന് ശേഷം പിന്നീട് എടുത്തിട്ട് നമുക്ക് ഒന്ന് തണുത്തിട്ടുണ്ടാവും. അതിൻ്റെ കളർ തന്നെ ഒന്ന് കണ്ടോ ഈ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ വെള്ളം മാത്രം ഊറ്റിയെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പം ഇത് മുടിയിഴകൾ നന്നായിട്ട് വളരാനും അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ വളരെ നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ദിവസത്തിൽ ഒരു 2 നേരമൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടേ. പുതിന ഫാമിലിയിലുള്ള ഒരു എവർഗ്രീൻ ഫ്രാഗ്രന്റ് ഷ്രബാണ് ഈ റോസ്മേരി എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇത്തരം ഹെയറിൻ്റെ ഇഷ്യൂസിന് മാത്രമല്ല കേട്ടോ, മുടി വളരാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല, നമുക്ക് ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ടാനിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതിന് കൂടെ ഇത് ചില സ്കിൻ കണ്ടീഷനിൽ, എപ്പിലെപ്സി കേസിൽ, ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് ചൂട് കൂട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് ഉപയോഗിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ ഹെയറിൽ സ്പ്രേ ചെയ്ത് ഒന്ന് ബെൻഡ് ചെയ്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഇൻവേർഷൻ മെത്തേഡിൽ നിന്നിട്ട് മുടിയൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലൊരു ടിപ്പാണ്. ചെറിയ ചെറിയ ബേബി ഹെയർസ് വരാനും ആ ഒരു ഹെയർ റൂട്ടൊക്കെ നല്ല ശക്തിയായിട്ടിരിക്കാനും അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കാനും സർക്കുലേഷൻ കൂട്ടാനും
വരാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ രാവിലെ കുളിക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. എനിക്ക് തോന്നുന്നു ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു വഴി ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. ചില ബ്ലീഡിങ് കേസസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ തന്നെ നമ്മളിത് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്തരം മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ തന്നെ റിയാക്ഷൻ വരാണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നാച്ചുറൽ ആണെന്ന് ഓർത്താൽ പോലും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ ഒരു ഹിസ്റ്ററി അറിയുന്ന ഒരു ഡോക്ടറെ അടുത്ത് തന്നെ ഇതുപോലുള്ള കേസ് പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയ ചെറിയ റിയാക്ഷൻസ് ഒക്കെ കാണാറുണ്ട്. കാർനോസിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മുടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹെയർ കെയറിൽ വളരെ ബെസ്റ്റായിട്ട് നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു റോസ്മേരി ലീവ്സ് എന്നുള്ളത്. അതിപ്പം ഫ്രഷ് ലീവ്സ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ബെറ്റർ. പക്ഷേ ഇത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഈജിപ്ഷ്യൻ ബേസ്ഡ് ഉള്ളതാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ നല്ല പാക്കിങ്ങിലൊക്കെ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാമെന്ന് ഓർത്തിട്ടാണ് ഇതൊന്ന് പരിചയപ്പെടുത്തിയത്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളത്. സാധാരണ ലേഡീസിനൊക്കെ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടുള്ള ഹെയർ ലോസ് ആണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. അപ്പോൾ അത് കുറയ്ക്കാനും നല്ലതാണ്. നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നതിന് കൂടെ തന്നെ പുറമേക്ക് അപ്ലൈ ചെയ്യാൻ നല്ലൊരു മാർഗ്ഗം ഇത് തന്നെയായിരിക്കും. പിന്നെ ചെയ്യാനും ഈസിയാണ്. ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഈ സാധാ വാട്ടർ എടുക്കുന്നതിന് പകരം അത് തിളപ്പിച്ചിട്ട് അതിൽ ഉപയോഗിച്ചാൽ പുറത്ത് വെച്ചാലും മതിയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ ഗ്രോത്ത് കൂട്ടും എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ഇത് മുടിക്ക് ഒരു കറുപ്പ് നിറം നൽകാനും കൂടെ സഹായിക്കും. എന്ന് വിചാരിച്ച് നമ്മൾ ഡൈയിൽ കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുടി കറുപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ അത്ര ഇഫക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു താൽക്കാലികമായിട്ടുള്ള ബ്ലാക്ക് കളർ തരും എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും ആ ഒരു ഗ്രേ ഹെയറിലോട്ട് പോകും. അപ്പോൾ എങ്കിലും ചെറിയൊരു സപ്പോർട്ടീവായിട്ട് ഗ്രേ ഹെയറിനെ മറയ്ക്കാനും നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഫേസ് സംബന്ധമായിട്ടുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ വളരെ നല്ലൊരു മെഡിസിൻ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഓയിൽ രൂപത്തിൽ തയ്യാറാക്കാനും അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം.